അതെ, ദിനേശ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ 921 ശേഷം വാരിയംകുന്നന്റെ ആ ഒരു പടയോട്ടം, അതല്ലെങ്കിൽ ആ ദുഷ്ടതയ്ക്ക് ശേഷമാണെങ്കിലും അതിനു മുൻപ് വന്നിട്ടുള്ള ഒരുപാട് അധിനിവേശ ശക്തികളൊക്കെ നശിപ്പിച്ചിട്ടുള്ള ക്ഷേത്രഭൂമികളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതുപോലെ ക്ഷേത്രഭൂമി നശിപ്പിച്ചുകൊണ്ട്, ക്ഷേത്രം നശിപ്പിച്ചുകൊണ്ട് അതിനു മുകളിൽ പള്ളി പണിയുക, പള്ളി പണിത് ഉയർത്തി എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ആദ്യ സംഭവം അല്ലേ ഇത്? അങ്ങ് ഇതിന്റെ ചരിത്രാന്വേഷകനായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്താനാവുമല്ലോ. എങ്ങനെയാണ് അതിൽ അങ്ങയുടെ ആ ഒരു കണ്ടെത്തൽ വന്നിട്ടുള്ളത്? അത് തീർച്ചയായും അത് 1921 എന്നല്ല, ടിപ്പുവിന്റെ പടയോട്ടക്കാലം മുതലുള്ള ചരിത്രത്തിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളും പള്ളികളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിപ്പോ പറയും അത് ക്ഷേത്രമായിരുന്നു പഴയ കാലത്ത് എന്ന് പറയുന്ന പഴയ പള്ളികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല പള്ളികളിലും ഒരു മുറി തുറക്കാത്തതുണ്ടായിരിക്കും. അതിനകത്ത് ഈ ശിവലിംഗവും മറ്റോ കാര്യങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഉണ്ടത്. അപ്പൊ ആ കാലത്തൊക്കെ ആ രീതിയിലാണ് ചെയ്തിരുന്നത്. 21-ലാണെങ്കിലും ശരി, തകർക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ക്ഷേത്രഭൂമിയിൽ ഒരു പള്ളി പണിയുന്ന ഒരവസ്ഥ എന്നുള്ളത് അത് ഈ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയുടെ ഈ നന്നമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവം തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ നമുക്കറിയാം, അയോധ്യ വിഷയത്തിൽ 5 നൂറ്റാണ്ട്, അതായത് 500 വർഷമാണ് അതിന് ഹൈന്ദവ സമൂഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ നമുക്കറിയാം, നരേന്ദ്രമോദിജിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഗുജറാത്ത് കലാപം എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോത്ര സംഭവം ആരും പറയാറില്ല. 50-ലധികം വരുന്ന സന്യാസി വര്യന്മാര്, 2 ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ ചുട്ടുകരിച്ച ഗോത്ര സംഭവം ആരും അറിയില്ല. ആ ഗോത്ര സംഭവത്തിന് ശേഷമാണ് ഗുജറാത്ത് സംഭവം ഉണ്ടായത് എന്നത് മാത്രം. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സംഭവം മാത്രമേ ഇന്നും പറയപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് അയോധ്യ ക്ഷേത്രത്തിന് മുൻപ്, അതല്ലെങ്കിൽ ഇപ്പൊ പണിതിട്ടുള്ള അയോധ്യ ക്ഷേത്രത്തിന് മുൻപുണ്ടായിരുന്ന ബാബറി മസ്ജിദിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഈ ബാബർ എന്ന് പറയുന്ന സ്വർഗരതിക്കാരനായിട്ടുള്ള ആ പള്ളിയിൽ, ആ പള്ളി പോലെ ഉണ്ടാക്കിയ ആ കെട്ടിടത്തിൽ നിസ്കാരമോ മറ്റ് ആരാധക്രമോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ടും അതിൽ വർഗീയത നിറച്ചുകൊണ്ട് ഹൈന്ദവന്റെ ആ മുറിവിൽ മുളക് പുരട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക, അതല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ അടക്കി പറയുന്നില്ല, കാരണം നല്ല മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ വ്യക്തിബന്ധത്തിലായാലും നമ്മുടെ സമൂഹത്തിൽ നോക്കിയാലും കാണാൻ പറ്റും. പക്ഷെ ഇതിൽ വർഗീയത നിറച്ചുകൊണ്ട് ഇവിടെ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന ജിഹാദി ഭീകര സംഘടനകൾ, അത് നമ്മുടെ നാഷണൽ രീതിയിലാണെങ്കിലും ഇന്റർനാഷണൽ രീതിയിലാണെങ്കിലും ആളുകൾ ശ്രമിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇവിടെ നമുക്കറിയാം കാശിയും മധുരയും ഒക്കെ എന്താണ് നടന്നിട്ടുള്ളത് എന്നറിയാം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉള്ളത് എന്നും അറിയാം. ഇത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം, ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ അവിടെ ഹൈന്ദവരും മുസ്ലിങ്ങളും തന്നെ പറയുന്നുണ്ട് അവിടെ അമ്പലം ഉണ്ടായിരുന്നു, പൂജ നടന്നിരുന്നു എന്ന് അറിയുന്ന ജീവിച്ചിരിപ്പുള്ള ആളുകളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇന്നും ആളുകളുള്ള ഈ സമയത്ത് ആധാരത്തിൽ കൃത്യമായിട്ട്, രേഖകളിൽ കൃത്യമായിട്ടും അത് അമ്പലപ്പറമ്പാണ് എന്ന് അറിഞ്ഞിട്ടും ഈ അമ്പലപ്പറമ്പിൽ പള്ളി പണിയുന്ന ഇവരുടെ മനസ്ഥിതി എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഇവിടെ ഇതിനെ കുറിച്ച് പറയാം. ആദ്യം മൗനത്തിൽ ഇസ്ലാം സഭയെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 120 വർഷത്തോളം പഴക്കമുള്ള ഒരു ഇസ്ലാമിക സഭയാണ് മൗനത്തിൽ ഇസ്ലാം സഭ. അവര് ഹൈന്ദവരുടെ കാര്യത്തിലൊന്നുമില്ല, ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മതത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി കാര്യങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് പറയാവുന്ന, നമ്മൾ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്ക എന്ന പേരിലാണ് ഇന്ന് പൊന്നാനി അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ തന്നെ ഈ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ള പഴയ കാലത്തെ പണ്ഡിതന്മാർ അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിൽ സഹജീവി സഹവർത്തിത്വം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതിന്റെ പല തെളിവുകളും നമുക്ക് അവിടുത്തെ പല മൗലവിമാരുടെയും മുസ്ലിയാന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിയങ്കോട് ഉമർ ഖാസിയെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി. ആ കാര്യത്തിൽ ഒന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഹിന്ദു വംശഹത്യയായ മാപ്പിള കലാപം പൊന്നാനിയിലേക്ക് കയറി പടർന്നിരുന്നില്ല എന്നത് മാപ്പിള കലാപ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അവിടേക്ക് ഈ മാപ്പിള ലഹള ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പ്രമേയം പാസാക്കിയ ഏക സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനിയാണ്. അപ്പൊ അത്രയും സാഹോദര്യത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു മഹത്തരമായ മതേതരത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് പൊന്നാനി. അതുകൊണ്ടാണ് അതേ പൊന്നാനിയിൽ തന്നെ മതപരിവർത്തനത്തിന് വിധേയരായ അവരെ തിരികെ കൊണ്ടുവരുന്നതിന് പൊന്നാനിയിൽ ആര്യ സമാജം സ്ഥാപിക്കാൻ കഴിഞ്ഞത്.
അല്ലെങ്കിൽ ആര്യസമാജം അക്കാലത്ത് അവിടെ നിന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും മത സൗഹാർദ്ദം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതേസമയം ഈ മൗനത്തിൽ ഇസ്ലാം സഭയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് യഥാർത്ഥത്തിൽ തളി ക്ഷേത്ര ഭൂമിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു വക്കീൽ ഗുമസ്തൻ കൂടി ആയിരുന്ന എനിക്കറിയാം പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് അനവധി ഭൂസ്വത്തുക്കളുണ്ട്, കോടാനുകോടി രൂപയുടെ ഭൂസ്വത്തുക്കളുണ്ട്. ഈ ഭൂസ്വത്തുക്കളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ് ഇത്തരം തർക്കപ്രദേശമാണ് എന്ന കാര്യമാണ് സത്യം. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വാടകയ്ക്ക് ഒഴിഞ്ഞു പോവാതെ നിൽക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും. അവസാനം അത് പ്രശ്നമാവേണ്ടെന്ന് നേരെ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് അത് എഴുതി കൊടുക്കും. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്ന സകല ഭൂമികളും ഇതുപോലെ തന്നെ മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മൗനത്തിൽ ഇസ്ലാം സഭയുടെ കയ്യിൽ തന്നെ എത്ര ഭൂമിയൊന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതിൽപ്പെട്ട ഒരു ഭൂമിയാണിത്. പക്ഷേ 56 മുതൽ ഇത് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം. 56 മുതൽ 20 വർഷം മുമ്പ് വരെ ആ ക്ഷേത്രഭൂമി ഒന്നും ചെയ്യാതെ വെച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു ചിന്ത എങ്ങനെയാ വന്നതെന്നാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഇതിനിടയിലുണ്ടായ ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ മതപരമായ ചില സമീപനങ്ങളുടെ കടുത്ത ഒരു വിചാരങ്ങൾ അവിടേക്ക് കടന്നു വന്ന ചിലർ അതിലേക്ക് കയറിക്കൂടി എന്ന് വേണം നമുക്ക് കരുതാൻ. എന്നിട്ട് നോക്കൂ, ഈ ഒരു കെട്ടിടം പണിയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2023 ആ കെട്ടിടം ദ്രുതഗതിയിൽ പണിയുന്നത്. അപ്പൊ 2022 വരെയും അത് എങ്ങനെ ചെയ്യണം, അപ്പൊ വളരെ വേഗത്തിൽ അത് ചെയ്യണം. ഈ രീതിയിൽ ഒരു സ്പീഡപ്പ് ചെയ്യാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. അവരാരായിരുന്നു? എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഭവനത്തിൽ ഇസ്ലാം സഭയുടെ പണ്ഡിതന്മാരായ പണ്ഡിത സമൂഹം എനിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ മൗനത്തിൽ ആര്യസമാജത്തിന്റെ കാര്യം, ആര്യസമാജം അടുത്ത കാലത്തിൽ പൊളിച്ചു നീക്കിയത്, അതുവരെ അവിടെ നിന്നില്ലേ? അപ്പൊ പലർക്കും ഇത്തരം സംഭവങ്ങൾ ആചാൽ ഹിന്ദു തരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യമുള്ള ചില പൊന്നാനിയിലുണ്ട് എന്ന കാര്യം സത്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയുടെ ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 56 ഞാൻ പറഞ്ഞല്ലോ, 56 മുതൽ ഇത്രയും കാലം ഒന്നും ചെയ്യാതെ ആ ഭൂമി നിന്നു എന്നുള്ളത് സത്യം. 2023 പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ചെയ്യുന്നത്. നമ്മൾ ആരും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിധേയത്വം പുലർത്തിയിരുന്ന അവരെന്നായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവരൊന്നും അനങ്ങിയില്ല എന്നുള്ളതാണ്. അതേസമയം അവിടെയുള്ള എല്ലാവർക്കും ഇതറിയാം. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ, ഇത് നേരത്തെ അയോധ്യയിലെ കാര്യം പറഞ്ഞു, അതുപോലെ ഗോദ്രയിലെ കാര്യം പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തിനും ഒരു പരിഹാരമുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നമ്മളെ ഹൈന്ദവ നേതാക്കന്മാരായാലും സന്യാസിമാരായാലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ഇടപെട്ട് ഇവരുമായി ബന്ധപ്പെടുത്തി അവർക്കറിയാം ഇത് അമ്പലപ്പറമ്പാണ്, ഇത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഹിന്ദുക്കൾക്ക് അവർ തിരിച്ചു തരാൻ തയ്യാറാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് നമ്മൾ തിരിച്ച് ഒരു അയോധ്യ ഇഷ്യൂ മാതിരി ഇത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ്. അയോധ്യ ഇഷ്യൂവും കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ഇതില് മാന്യമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും. പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ കാര്യഗൗരവം മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.